നമ്മളിന്ന് സ്പെഷ്യൽ മുളക് ബജി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സാധാ മുളക് ബജിയല്ല, സ്പെഷ്യലാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ. പിന്നെ ഉള്ളി ഇടുക, പിന്നെ നമുക്ക് മുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മറ്റേ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അതിന് മുന്നേ ചിക്കൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ച് നന്നായി മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല മസാലയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ മസാലയൊക്കെ എടുക്കില്ല, അതുപോലെ കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ മസാലയൊക്കെ ആയതിനു ശേഷം മുളക് ഞാൻ നന്നായിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. ആ മുറിച്ചെടുത്ത മുളകിൻ്റെ ഉള്ളിലെ മുളക്, മറ്റേ ചെറിയ ചെറിയ മുളക് ഉണ്ടാവില്ല, അതൊക്കെ പോക്കിയതിന് ശേഷം ഈ മസാലകൾ അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മുളകിൻ്റെ ഉള്ളിൽ ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കണം. കടലപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അതിലേക്ക് നന്നായി മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മുളകും എടുത്ത് മുക്കി പൊരിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മുളകും നന്നായിട്ട് മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് സാധാ മുളക് ബജി തിന്നുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലയൊക്കെ കൂടിയിട്ട് തിന്നുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂട് നമ്മളെ സാധാ മുളക് തിന്നതിനെക്കാട്ടും അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇറച്ചി, ഉരുളക്കിഴങ്ങും മസാല ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സത്യം.